ഇന്ന് 3 ആളെയും പരിചയപ്പെട്ടിട്ടുണ്ട് കാര്യം. മിക്കവാറും അവൾ ഇനിയും വരും. വെയിറ്റ് ചെയ്യാം. എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. കുറച്ച് വേസ്റ്റ് തുണിയും കൂടെ. ഇതൊക്കെ പണിക്ക് വരുമ്പോ കൊണ്ടുവന്നൂടെ? അയ്യോ, ഞാൻ പണിക്കാരനൊന്നുമല്ല, നെയ്ബറാ. പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ചോദിച്ചില്ല. ഇനി വേറെ വല്ലതും വേണ്ടി വരുവോ? വേണ്ടി വരും. എന്തോ ഉണ്ണികൃഷ്ണ, വേഗം പണി തീർത്തിട്ട് പോവാൻ നോക്ക്. ഒരു എഴുത്തുകാരൻ വന്നിരിക്കുന്നു. ഓർഡർ കൊടുത്തത് ഒരാൾക്ക്, കൊണ്ടുവന്നത് മറ്റൊരാൾ. അകത്ത് പോയവളെ കാണുന്നില്ലല്ലോ. ഇനി ഇവൻ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണോ വെയിറ്റിംഗ്? രണ്ടിലൊന്നറിഞ്ഞാൽ എനിക്ക് പോകായിരുന്നു. അയ്യോ, പരദൂഷണോ ആർപ്പോഴെങ്കിലും പോരാഞ്ഞിട്ട് ഒളിച്ചോടാൻ തുടങ്ങണം. അല്ല വരാതി. അയ്യോ അയ്യോ, എന്റെ കണ്ണിലെറിയണേ, കണ്ണിന് മുളക് പൊടി പോയേ. ആരെങ്കിലും വെള്ളം ചായോ? ഫയർഫോഴ്സിനെ വിളിക്ക്. അയ്യോ, ഫയർഫോഴ്സിനെ വിളിക്കാൻ. പോകുന്ന പോക്ക് കണ്ടില്ലേ, നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ മാതിരി. കൊറേ നാളായി അവനൊട്ടെണ്ണം കൊടുക്കണോന്ന് വിചാരിച്ചിട്ട്. ഈ നാറിയാ നമ്മുടെ പോസ്റ്റൊക്കെ രാത്രിയിൽ വലിച്ചു കയറി കളയുന്നത്. ഏതായാലും കൊറേ കാലത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പാ. ബസ് കിട്ടാത്ത തിരിച്ചു വന്നത് അവന്റെ യോഗം, മുളക് യോഗം. ഡാ, എന്താ അവിടെ? മണ്ണെണ്ണ എടുക്കാനാ. എന്നാ കിട്ടിയെങ്കിൽ പൊക്കൂടെ? ഓ, നമുക്ക് വീട്ടിൽ പോയി ചായ നല്ല കടിയൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. അത് വേണമെന്നില്ലേട്ടാ, ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം. ശുഭകാര്യങ്ങളാണ്, അപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് വേണമല്ലോ സംസാരിക്കാൻ. കമലാസൻ ചേട്ടൻ പറയുന്ന ഏത് കാര്യവും നടന്നോണ്ട് പറയാം. പറ. എന്നാ പിന്നെ പറയാല്ലേ. മിടുക്കൻ, അതിലുപരി ദൈവവിശ്വാസി, വിവാഹിതൻ, തന്റേതല്ലാത്ത കാരണങ്ങളാൽ ഒരു കുട്ടി ഉണ്ടായിപ്പോയി. അയ്യോ, അത് കൊള്ളാലോ. നിയമപരമായി ബന്ധം വേർപെടുത്തി ഫ്രീ ആയിട്ട് ഇപ്പൊ 10 വർഷമായി. വിമല എന്ന് കേട്ടപ്പോ ഒറ്റ പിടുത്തവാ, പിന്നെ വിടുന്നേ ഇല്ല. എന്താ ചേട്ടാ, പിടിക്കാനായിട്ട് അയാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ആര് പറഞ്ഞു കണ്ടിട്ടില്ലെന്ന്? കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ടാക്കീസിൽ വന്നപ്പോ ഈ വിമലെ മതി വരുവോളൂ അയാള് കണ്ടു. അത് പിന്നെ എനിക്കൊരു സ്വൈര്യവും തന്നിട്ടില്ല. എന്തുവാ ആലോചിക്കട്ടെ. പിന്നെ രണ്ടും കിട്ടാണെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല സിങ്കാണ്, ചേർച്ച. തിരുവമ്പാടി പാറമേക്കാവും പോലെ. തൽക്കാലം തിരുവമ്പാടി അവിടെയും പാറമേക്കാവ് ഇവിടെയായിട്ട് നിൽക്കട്ടെ കേട്ടോ. അല്ല പിന്നെ പോലെ പോയല്ലേ, അങ്ങനെ അങ്ങ് പോയാലോ. കമലാസ് ചേട്ടാ, ഒരുപാട് ജോലി ഉണ്ടെന്ന് ചെന്നാട്ടെ. എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ 4 ആളുടെ കാര്യത്തിൽ എനിക്കുണ്ട് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ അല്ലേ. പിന്നെ ഐഡമേ, കുറച്ച് ഉത്തരവാദിത്തം എടുത്തേ. എന്താ വിമല ഇത്? ചേട്ടൻ കൊടുത്തു വിടട്ടെ. എന്നാ അത് എന്തു ഇത് ചോദിച്ചാലും 10 ആയിരം ഒക്കെ ഇങ്ങനെ എടുത്ത് അങ്ങ് തരുവാ. വേണ്ടേ? പിടിക്ക്. എന്നാലും അനുകൂലമായിട്ടൊരു മറുപടി. ഒരുപാട് സമയം കിടക്കല്ലേ ചേട്ടാ, തൽക്കാലം ചേട്ടൻ ചെന്നാട്ടെ. എന്നെ വാശി പിടിപ്പിക്കരുത് കേട്ടോ. കുറെ നാളായി ഞാൻ ഈ ടാക്കീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ 4 പേരുടെയും കല്യാണം നടത്തിയിട്ട് ഈ കമലാസനൻ പളനി പോയി ഈ തലമുട്ടയടിക്കും. അയ്യോ, ഇതിനകത്ത് ഇനി എന്തോന്ന് അടിക്കാൻ. എന്നാ പിന്നെ മീശ എടുക്കല്ലോ. ഇനിയിപ്പോ അയാളോട് ഞാൻ എന്തോ പറയും. ഈ പേരും പറഞ്ഞ് 4 ദിവസമായിട്ട് 4 ഫുൾ ചിക്കനും അടിച്ചിട്ട് നിക്കുക. അയ്യോ, ഇതുങ്ങൾ എന്നെ കൊല്ലും. ഒത്തിരി നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? അതെ അതെ. പണ്ട് നിന്നെ കൊണ്ട് ഞാൻ ഷാപ്പിൽ പോയി, ഓർമ്മയുണ്ടോ? കുടിച്ച് ഷാപ്പ് മുഴുവൻ ഛർദിച്ച് നാട്ടിച്ച് നിന്നെ കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അതിന് അമ്മയുടെ നല്ല ചീത്ത ആശാൻ കേട്ടില്ലേ? ആട്ടെ, നീ എപ്പോഴാ ജോലിക്ക് കയറേണ്ടത്? ഇപ്പൊ തന്നെ താമസിച്ചു, അതുകൊണ്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാണ്. അത് ശരി. വേണു നാട്ടിലെത്തിയ വിവരം വിമല അറിഞ്ഞോ? ഇല്ല. ഇപ്പോഴും ഈ മനസ്സിൽ വിമലയാണെന്ന് എനിക്കറിയാം. ഒരു ഗ്രൗണ്ട് സപ്പോർട്ടായി. മനസ്സിൽ പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നിട്ടും ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. വിമലയുടെ മനസ്സറിയാവുന്നതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചതുമില്ല. വേണ്ട ആശാനെ, ഞാൻ പോവുക. വീട് വൃത്തിയാക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. വരണേ, വരാതിരിക്കരുത്. വരാം. ഇനി ഏതായാലും ഒരു കൂട്ടായി. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താ, പഞ്ചായത്തിൽ നിന്ന് വല്ലതും ഒപ്പിച്ചെടുക്കാനാണോ? പഞ്ചായത്ത് നല്ല സാർ,
ബാങ്കിൽ നിന്ന് ഉം. സാറ് ലോൺ എടുക്കാൻ ആഗ്രഹിച്ച അതേ ബാങ്കിൽ നിന്ന്. ഉം? ഞാൻ ലോൺ എടുക്കാൻ ആഗ്രഹിച്ച ബാങ്കോ? ഉണ്ണികൃഷ്ണൻ ചെല്ല്, അകത്ത് പോയി ആശാൻ എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കും. ചെല്ല്. സർ പ്ലീസ് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന്. ജാമ്യം നിൽക്കേണ്ട കേസാണെങ്കിൽ അപ്പൊ ആലോചിക്കാം. ഇപ്പൊ ഞാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. ആ എന്നാ പോ. വട്ടന്മാരോട് ഇടപഴകുമ്പം വളരെ സൂക്ഷിച്ചു വേണം. സംശയിക്കണ്ട, വേണുഗോപാൽ തന്നെയാണ്. അല്ല, എന്താ ഇവിടെ? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട്. ഓ, വളരെ വൈകിയാണെങ്കിലും സ്വന്തം നാട്ടിലേക്ക് വരാൻ പറ്റി. ഇനിയിപ്പോ നമ്മുടെ നാട്ടുകാരെയും ഇഷ്ടപ്പെട്ടവരെയൊക്കെ എപ്പോഴും കാണാമല്ലോ. ഇന്ന് മിഥുനമാസത്തിലെ കാർത്തികയ, വിമലയുടെ ജന്മദിനം. വേണ്ടപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അല്ല, തനിച്ചാണോ വന്നത്? അനിയത്തി കുട്ടികള് വീട്ടിലുണ്ട്. എന്റെ പിറന്നാൾ പ്രമാണിച്ച് സദ്യ ഒരുക്കുക. അവരൊക്കെ എവിടം വരെയായി? ഗംഗ PG കഴിഞ്ഞു. ഓ. യമുന ഡിഗ്രി ഫൈനല്. ഉണ്ണിമായ ഡിഗ്രി ഫസ്റ്റ് ഇയർ. സാറേ വല്ലം തരണേ. കൊടുക്കല്ലേ വേണു? ഇയാള് പാവാന്ന് വിചാരിച്ച് ഞാൻ വല്ലപ്പോഴും വല്ലതും കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആ സ്കൂളിന് മുമ്പിൽ നോക്കിയപ്പോ ഇയാള് കുടിച്ച് പൂസായിട്ട് ഇതാ ഇങ്ങനെ കിടക്കുക. ഒപ്പം വിശന്ന് തളർന്ന് 2 കുട്ടികളിരുന്ന് കരയുന്നു. സ്വന്തം മക്കളെ നോക്കാത്ത ഇവറ്റകൾക്കൊന്നും ഒരു വക കൊടുത്തു പോരുത്. ദുഷ്ടൻ. പോടോ, മെയ്യാണെങ്കിൽ പണിയെടുത്ത് മക്കളെ പറ്റാൻ നോക്ക്. പോടോ, മിഴിച്ചു നിൽക്കാതെ. മേലി പരിസരത്ത് കണ്ടുപോരുത്, ജന്തു. സോറി വേണു, ഞാൻ പറഞ്ഞതല്പം കൂടിപ്പോയോ? ഏയ്, ഒട്ടും കൂടിയിട്ടില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ. ഓ. ഇപ്പൊ പിള്ളേർ അടുക്കള മറിച്ചിട്ടിരിക്കുകയായിരിക്കും. സർ താനെന്താണോ ഇവിടെ? സാറിനെ കാണാൻ തന്നെ വന്നത്. ആ ലോണിന്റെ കാര്യമല്ലേ, അത് നമുക്ക് ശരിയാക്കാം. ശരിയാക്കിയാൽ മാത്രം പോരാ, പാസ്സാക്കി കയ്യിലോട്ട് പിടിച്ചാണ്. ലോൺ പാസ്സാക്കി കയ്യിലോട്ട് പിടിച്ചു തരണം. ആ, അത് ഞാൻ ഏറ്റു. സാറിനെ എനിക്ക് വിശ്വസിക്കാലോ? 100% വിശ്വസിച്ചോളൂ. ഭരത, നീ ഇവിടെ? 7-8 വർഷം മുമ്പ് ചായക്കട നടത്തുന്ന മാധവൻ ചേട്ടന്റെ വീട്ടിലെ എരുമയെ മോട്ടിച്ചു വിട്ട ഞാൻ പിടിക്കപ്പെട്ടപ്പോ നാട്ടിൽ നിന്ന് മുങ്ങി ഇവിടെ പൊങ്ങി. അല്ല, ഇവിടെ എന്താ പരിപാടി? അതിവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനും കോടീശ്വരനുമായ മൂർക്കമ്പറമ്പിൽ പാപ്പച്ച മുതലാളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞാൻ. നല്ല താമസം, നല്ല ശമ്പളം, നല്ല ചാപ്പാട്. അപ്പൊ രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ അപ്പൊ നാട് വിടാൻ തോന്നിയ നിന്റെ ഭാഗ്യം. എല്ലാത്തിനും അതിന്റേതായ ഒരു റൂട്ടുണ്ടല്ലോ ഉണ്ണികൃഷ്ണ. പക്ഷെ നീ രക്ഷപ്പെട്ടെങ്കിലും നിന്റെ മുഖത്തിപ്പോഴും ആ ഒരു കള്ള ലക്ഷണമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ല. ലോകത്തിലെ എല്ലാ വലിയ മനുഷ്യരുടെ മുഖത്തും ഒരു കള്ള ലക്ഷണം ഉണ്ടാവും. അതൊക്കെ പോട്ടെ, മഹാരാജ ടാക്കീസിലെ 4 ലേഡീസുമായിട്ട് നിനക്കെന്താ അടുപ്പം? ഞങ്ങള് നൈബേഴ്സ് അല്ലേ? അത് പറഞ്ഞല്ല, അല്ലാതെ നിനക്കെന്താ ഒരു ഇക്കുമത്ത്? അതൊക്കെ ഉണ്ട്. എങ്ങനൊക്കെ? നീ ആരോടെങ്കിലും പറയൂ? ഞാൻ ആരോടും പറയില്ല. നീ പറ. എടാ, അവിടുത്തെ ഗംഗ അല്ല, യമുന അല്ല, പിന്നെ ഉണ്ണിമായ. അതെ. എടാ കള്ള, ആ കുട്ടി എപ്പോഴും എന്നെ ഫോൺ ചെയ്യും. മിസ് കോളാ? അല്ല, ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. ആ കുട്ടി പാട്ട് പാടും. എന്തൊക്കെ തമാശകളാ കുട്ടി പറയുന്നേ. ആ കുട്ടി തമാശ പറയും, ആ, പാട്ട് പാടും. പിന്നെ എടാ കള്ള, അവൾക്ക് ഇൻകമിംഗ് അല്ലേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ലല്ലോ. അവള് സംസാരിക്കാത്ത പെണ്ണല്ലേ. എന്നോട് വേണോ നിന്റെ നമ്പർ? ഡാ, നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരൂ? ഹേയ്, അവിടം വരെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. അവളെ പ്രേമിച്ച് എത്രയും വേഗം നീ അടിച്ചോണ്ട് പോകുന്ന നിന്റെ മിടുക്ക് തന്നെയല്ല, പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരൻ എന്ന നിലക്ക് അവൾ അടിച്ചോണ്ട് പോകാനുള്ള ടാക്സിയും അതിനുള്ള പണവും ഞാൻ സ്പോൺസർ ചെയ്യും. എന്താ? അയ്യോ, നീ ആരോടും പറയല്ലേ? ഇല്ല, ആരോടും പറയില്ല. അപ്പോ നമ്മൾ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. വിമല നിസ്സാരക്കാരിയല്ല, അവൾ ഝാൻസി റാണിയാണ്. അവളുമായി പടവെട്ടി യുദ്ധം ചെയ്ത് ഞാനും മുതലാളിയും കൂടി നിങ്ങളുടെ കല്യാണം നടത്തിത്തരും. ഇത് ഭരതവാക്യം. തൽക്കാലം നീ ഇത് വെച്ചോ. എന്തിനാണെന്നാ? ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ വേറെ ഒരെണ്ണം സംഘടിപ്പിച്ചോളാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയായി. ഓക്കെ? ആ